നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സ്പോൺസർ ആരാണ് എന്നതാണ് ഈ ദിവസങ്ങളിൽ അത്രയും കേരളത്തിന്റെ ചർച്ച. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി, അവധിക്കാലം ആഘോഷിക്കുവാൻ 3 വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്നു. സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ജക്കാർത്ത, പിന്നെ യു എ ഇ വിട്ടൊരു കളി മുഖ്യന് ഇല്ല. യാത്രയ്ക്ക് ഉപയോഗിച്ചത് ഖജനാവിലെ പൈസയാണെന്നും അല്ലെന്നും വാദപ്രതിവാദങ്ങൾ. ഖജനാവിലെ പൈസ അല്ലെങ്കിൽ 1.5 കോടിയിലേറെ രൂപ മുടക്കി ഈ വിദേശ രാജ്യങ്ങളിൽ പോയത് എങ്ങനെ? ആരാണ് ഈ 1.5 കോടിയിലേറെ രൂപ മുടക്കിയത്? അതായത് സ്പോൺസർ. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് 19 ദിവസത്തെ വിദേശ വിനോദസഞ്ചാര യാത്ര. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം, ചെലവിനെ കുറിച്ചും വിശദീകരണം നൽകണം. വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിട്ടുമില്ല. എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയത്. എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഇ.പിക്കും ഉത്തരമില്ല. എ.കെ. ബാലനും വിനോദയാത്ര സംബന്ധിച്ച് അറിഞ്ഞ മട്ടില്ല. ഇതിനകം 20 വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ഗുണമുണ്ടായതുമില്ല. USA, UK, UAE, ജർമ്മനി, ക്യൂബ, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു യാത്രകൾ. ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല. ഈ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചെലവിലുള്ള യാത്ര. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ 25,000 കോടി രൂപയുടെ കള്ളപ്പണമുണ്ടെന്ന വാർത്ത നേരത്തെ ക്രൈം പുറത്തുവിട്ടിരുന്നു. ഈ പണം നിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലൊന്ന് ലുലു ആണ്. ലുലു ഗ്രൂപ്പ് സംരംഭങ്ങളിൽ എല്ലാം തന്നെ 1000 കോടിയോ അതിനു മുകളിലോ നിക്ഷേപം പിണറായി വിജയനുണ്ട്. പിണറായിക്ക് അഭേദ്യമായ ബന്ധം ലുലു ഗ്രൂപ്പ് അധിപൻ യൂസഫ് അലിയുമായി ഉണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. ലുലു ഗ്രൂപ്പ് പിണറായിയുടേതാണോ അതോ യൂസഫ് അലിയുടേതാണോ എന്നതിൽ മാത്രമാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. പിണറായിക്ക് യൂസഫ് അലി ആയിട്ട് മാത്രമല്ല, രവി പിള്ള വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമികളാണെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് നാം ഇവിടെ ഓർക്കണം. കമ്മ്യൂണിസം പറഞ്ഞ് ഏറ്റവും അന്തസ്സായി തട്ടിപ്പ് നടത്തിയ സഖാവാണ് പിണറായി വിജയൻ എന്ന് പറയാൻ ആരും ധൈര്യം കാണിക്കാത്തത് പോലും ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്. ബിരിയാണി ചെമ്പിൽ നയതന്ത്ര ബാഗേജ് വഴിയും കടത്തുന്ന കള്ളപ്പണം വൈറ്റാക്കി ഇവിടെ എത്തിക്കുന്ന വൻ കൊള്ള സംഘത്തിന്റെ തലവരാണ് പിണറായി എന്ന് പറയേണ്ടിയും വരും. അതുകൊണ്ട് ഈ യാത്രയുടെ സ്പോൺസർ ആരായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ 2022 ഡിസംബർ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് 19 വിദേശ യാത്രകളാണ്. അതിൽ 15 ഔദ്യോഗിക യാത്ര, ചികിത്സാർത്ഥ 3 യാത്രകളും ഒരു സ്വകാര്യ യാത്രയും നടത്തി. 2 ചികിത്സാ യാത്രയ്ക്കും 3 ഔദ്യോഗിക യാത്രയ്ക്കുമായി 32,58,185 രൂപ ചെലവിട്ടതായും നിയമസഭയിൽ സജീവ് ജോസഫിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ബാക്കി 14 യാത്രകളുടെ ചെലവ് വെളിപ്പെടുത്തിയിട്ടുമില്ല. 2018 ജൂലൈ 9 മുതൽ 17 വരെ അമേരിക്കയിലായിരുന്നു സ്വകാര്യ സന്ദർശനം. ജൂലൈ 4 മുതൽ 8 വരെ ഫൊക്കാന സമ്മേളനത്തിന് പോയ മുഖ്യമന്ത്രി ഒരാഴ്ച കൂടി സ്വകാര്യ ആവശ്യത്തിന് അവിടെ ചെലവിട്ടു. ഈ കാലയളവാണ് സ്വകാര്യ യാത്രയായി കണക്കാക്കിയത്. ഇത്രയും വ്യക്തമാക്കാത്ത യാത്രകൾ, ഇതിന്റെ ഒരു കാര്യങ്ങളും യാതൊരു വിശദാംശങ്ങളും ചെലവുകളും കണക്കുകളും വ്യക്തമാക്കാതെ മുഖ്യൻ ഈ യാത്രകൾ ഇത്രയും നടത്തുന്നത് എന്തുകൊണ്ടാണ് മുഖ്യന്റെ യാത്രകൾ സുതാര്യമാകാത്തത്? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂസഫ് അലിയുടെയും രവി പിള്ളയുടെയും ഒക്കെ ആരോപണങ്ങൾ, എന്തിനധികം ഫാരിസ് അബൂബക്കറുമായി വരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. യൂസഫ് അലിക്കാകട്ടെ ലോകമെമ്പാടും സംരംഭങ്ങളുമുണ്ട്. വൻ ധനാഠ്യൻ, പിണറായിയുടെ സ്വന്തം ആൾ എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആരിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്? പിണറായിയുടെ ആ സ്പോൺസർ ആരായിരിക്കും? നന്ദി.